കൊഴുപ്പ് ശരിക്കും നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും? വില്ലൻ എന്ന് കരുതുന്ന കൊളസ്ട്രോളിന്റെ യഥാർത്ഥ ദൗത്യം എന്താണ്? രക്തക്കുഴലുകളിൽ എന്തുകൊണ്ടാണ് ബ്ലോക്ക് ഉണ്ടാകുന്നത്? പിന്നെ നമ്മൾ ദിവസവും കഴിക്കുന്ന ഏത് കൊഴുപ്പാണ് ഹീറോ? ഏതാണ് യഥാർത്ഥ വില്ലൻ? കൊഴുപ്പിനെ കുറിച്ചുള്ള ആ വലിയ തെറ്റിദ്ധാരണ അതെന്ന് മാറ്റാം. ലോകം മുഴുവൻ ലോ ഫാറ്റ് ഡയറ്റിലേക്ക് മാറിയിട്ടും നമ്മൾ കൂടുതൽ ആരോഗ്യവാന്മാരായില്ല. പകരം അമിതവണ്ണവും പ്രമേഹവും ഹൃദ്രോഗവും ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിലയിൽ ഉയർന്നു. കൊഴുപ്പ് കുറച്ചപ്പോൾ ലോ ഫാറ്റ് ഉൽപ്പന്നങ്ങളുടെ രുചിനഷ്ടം നികത്താൻ കൂടുതൽ പഞ്ചസാരയും സ്റ്റാർച്ചും ചേർത്തു. അതുവരെ ഉപയോഗിച്ചിരുന്ന പ്രകൃതിദത്തമായ കൊഴുപ്പുകൾക്ക് പകരം ഇൻഡസ്ട്രിയൽ ഓയിലുകൾ വന്നു. കൊഴുപ്പ് കുറച്ചിട്ടും മനുഷ്യർ കൂടുതൽ രോഗികളാവുകയാണ് ചെയ്തത്. അതെന്തുകൊണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമായ കോശങ്ങളിലേക്ക് ഒരു ചെറിയ യാത്ര നടത്തേണ്ടതുണ്ട്. നമ്മുടെ ഓരോ കോശവും ഒരു ചെറിയ നഗരം പോലെ പ്രവർത്തിക്കുന്നു. ഈ നഗരത്തിന് ഒരു ബലമുള്ള സംരക്ഷണ മതിലുണ്ട്. അതിനെ കോശസ്തരം അഥവാ സെൽ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നു. ആ കോശമതിലിന് ആവശ്യമായ വഴക്കം, അതായത് ഫ്ലെക്സിബിലിറ്റി നൽകുന്നത് നാം വില്ലനായി കാണുന്ന കൊളസ്ട്രോൾ ആണ്. ഒരു കെട്ടിടം പണിയുമ്പോൾ ഇഷ്ടികകൾക്കിടയിൽ സിമന്റ് തേക്കുന്നത് പോലെ ഈ കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ കോശങ്ങൾ വല്ലാതെ ദൃഢമായി പോവുകയോ അല്ലെങ്കിൽ തകർന്നു പോവുകയോ ചെയ്യും. അതുമാത്രമല്ല, നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ ഹോർമോണുകൾ ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, സ്ട്രെസ് മാനേജ് ചെയ്യുന്ന കോർട്ടിസോൾ, വൈറ്റമിൻ ഡി ഇവയെല്ലാം ഉണ്ടാകുന്നത് ഈ കൊളസ്ട്രോളിൽ നിന്നുമാണ്. അതുകൊണ്ടാണ് നമ്മുടെ കരൾ സ്വന്തമായി കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഭക്ഷണത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ പോലും ശരീരം അത് ഉണ്ടാക്കിയേ തീരും. നമ്മുടെ ഭക്ഷണത്തിലുള്ള കൊഴുപ്പിനെ മാത്രമല്ല, കാർബോഹൈഡ്രേറ്റിനെയും പ്രോട്ടീനിനെയും കരൾ കൊഴുപ്പാക്കി ശേഖരിച്ചു വെക്കും. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, കോശം നഗരമാണ്, കോശസ്തരം ആ നഗരത്തിന്റെ സംരക്ഷണ മതിലാണ്, കൊളസ്ട്രോൾ ആ മതിൽ ഇടിഞ്ഞു വീഴാതെ പിടിച്ചു നിർത്തുന്ന സിമന്റാണ്. ഇനി കോശങ്ങളിലെ ഊർജ്ജ കേന്ദ്രങ്ങളായ മൈറ്റോകോൺട്രിയകളെ കുറിച്ച് കേട്ടിട്ടില്ലേ? അവിടെ വെച്ചാണ് കൊഴുപ്പ് കത്തിച്ച് ഊർജ്ജമാക്കുന്നത്. ഈ പ്രോസസ്സിനെ ജീവശാസ്ത്രത്തിൽ ബീറ്റ ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നു. ഒരു വിറകടുപ്പ് സങ്കല്പിക്കൂ. അതിലേക്ക് കടലാസ് ഇട്ടാൽ പെട്ടെന്ന് ആളിക്കത്തും. പക്ഷേ നിമിഷങ്ങൾക്കകം കെട്ടുപോകും. വീണ്ടും വീണ്ടും കടലാസ് ഇട്ട് കൊടുക്കേണ്ടി വരും. ഇതാണ് അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് വലിയ എനർജി കിട്ടും, പെട്ടെന്ന് തന്നെ വീണ്ടും വിശക്കുകയും ചെയ്യും. എന്നാൽ കൊഴുപ്പ് എന്നത് വലിയൊരു വിറക് കഷ്ണം പോലെയാണ്. അത് സാവധാനം കത്തി മണിക്കൂറുകളോളം സ്ഥിരതയുള്ള വളരെ ക്ലീനായ ഊർജ്ജം നൽകിക്കൊണ്ടിരിക്കും. ഗ്ലൂക്കോസ് കത്തുമ്പോൾ 1 ഗ്രാമിൽ നിന്ന് 4 കലോറി ഊർജ്ജം കിട്ടുമ്പോൾ കൊഴുപ്പ് കത്തുമ്പോൾ 9 കലോറി ഊർജ്ജം കിട്ടുന്നു. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന്റെ മെയിൻ ബാറ്ററിയാണ്. തലച്ചോറിന്റെ കാര്യത്തിൽ കൊഴുപ്പിന് കുറച്ചധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ തലച്ചോറിന്റെ ഡ്രൈ വെയിറ്റിൽ ഏകദേശം 60% കൊഴുപ്പാണ്. നമ്മുടെ തലച്ചോറിലെയും നട്ടലിലെയും നാഡികളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മാലിൻ ഷീത്ത് എന്ന് വിളിക്കുന്ന ഒരു ആവരണമുണ്ട്. ഇലക്ട്രിക് വയറിന്റെ ഇൻസുലേഷൻ പോലെയുള്ള ഒരു സംരക്ഷണ കവചം. ഇത് ശുദ്ധമായ കൊഴുപ്പ് കൊണ്ട് നിർമ്മിച്ചതാണ്. നമ്മൾ കൊഴുപ്പ് ഒഴിവാക്കിയാൽ നമ്മുടെ ചിന്താശേഷിയും ഓർമ്മശക്തിയും ദോഷകരമായി ബാധിക്കപ്പെടും. കൂടാതെ നമ്മൾ കഴിക്കുന്ന എ, ഡി, ഇ, കെ എന്നീ വൈറ്റമിനുകൾ ഫാറ്റ് സൊല്യൂബിൾ ആണ്. കൊഴുപ്പാണ് ഈ വൈറ്റമിനുകളെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതായത് കൊഴുപ്പില്ലെങ്കിൽ നിങ്ങൾ എത്ര വൈറ്റമിൻ ഗുളികകൾ കഴിച്ചിട്ടും കാര്യമില്ല. കൊഴുപ്പ് കോശങ്ങളെ സംരക്ഷിക്കുന്നു, ഹോർമോണുകൾ ഉണ്ടാക്കുന്നു, തലച്ചോറിനെ പ്രവർത്തിപ്പിക്കുന്നു, വൈറ്റമിനുകളെ എത്തിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ന്യായമായ സംശയം: കൊഴുപ്പ് ഇത്ര വലിയൊരു ഹീറോ ആണെങ്കിൽ ജനങ്ങൾ ഹൃദയാഘാതം വന്ന് മരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം ഇതാണ്: എല്ലാ കൊഴുപ്പുകളും ഒരേപോലെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നില്ല. ചില കൊഴുപ്പുകൾ കോശങ്ങളെ സംരക്ഷിക്കുമ്പോൾ മറ്റു ചിലത് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥ പ്രശ്നം കൊഴുപ്പ് കഴിക്കുന്നു എന്നതല്ല, നമ്മൾ ഏതുതരം കൊഴുപ്പ് കഴിക്കുന്നു എന്നതാണ്. നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന എണ്ണകൾ ഒരു ഭാഗത്ത് പ്രകൃതിദത്തമായവ, മറുഭാഗത്ത് ഹൈലി പ്രോസസ്ഡ് ആയ ഇൻഡസ്ട്രിയൽ സീഡ് ഓയിലുകളും ഹൈഡ്രജനേറ്റഡ് ട്രാൻസ് ഫാറ്റുകളും. ഡാൽഡ വനസ്പതി, വ്യാവസായിക ഷോർട്ടനിങ്സ്, ഫ്രോസൺ ഭക്ഷണം, ആഴത്തിൽ ഫ്രൈ ചെയ്ത പാക്കേജ്ഡ് സ്നാക്സ് ഇവയെല്ലാം ഉണ്ടാക്കുന്നത് പാർഷ്യൽ ഹൈഡ്രജനേഷൻ എന്ന ഒരു ഇൻഡസ്ട്രിയൽ പ്രോസസ് ഉപയോഗിച്ചാണ്. ലിക്വിഡ് ഓയിൽ കടുത്ത ചൂടിൽ തിളപ്പിച്ച് നിക്കലോ അലുമിനിയമോ ഉപയോഗിച്ച് ഹൈഡ്രജൻ ഗ്യാസ് കടത്തിവിടുന്നു. ഹൈ ടെമ്പറേച്ചറിൽ കെമിക്കൽ റിയാക്ഷൻ നടത്തി ആ ഓയിലിനെ സോളിഡ് ആക്കി മാറ്റുന്ന പ്രോസസ്. ഈ പ്രോസസ്സിൽ ഫാറ്റി ആസിഡിന്റെ ഘടന അടിസ്ഥാനപരമായി മാറ്റപ്പെടുന്നു. ശരീരത്തിന് കൃത്രിമമായി ഉണ്ടാക്കിയ ഈ ട്രാൻസ് ഫാറ്റി ആസിഡിനെ ശരിയായ രീതിയിൽ പ്രോസസ് ചെയ്യാൻ കഴിയില്ല. പ്ലാസ്റ്റിക്കിനോട് അടുത്ത് നിൽക്കുന്ന ഇത്തരം തന്മാത്രകൾ സെൽ മെംബ്രെയിനിൽ കടന്നുകൂടുകയും മെംബ്രെയിനിന്റെ നാച്ചുറൽ ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് LDL കൂട്ടുകയും HDL കുറയ്ക്കുകയും ചെയ്യുന്നതിനാൽ തന്നെ രക്തക്കുഴലുകൾക്കും മറ്റ് അവയവങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടാക്കുന്നു. ഇത് ശക്തമായ ആർട്ടീരിയൽ ഇൻഫ്ലമേഷന് കാരണമാകുന്നു എന്ന് തെളിഞ്ഞതിനാൽ
FDA ട്രാൻസ് ഫാറ്റിനെ ബാൻ ചെയ്തിട്ടുണ്ട്. ആരോഗ്യകരം എന്ന് പരസ്യം ചെയ്ത് വെണ്ണയ്ക്ക് പകരം വന്ന ഡാൽഡ വനസ്പതി ഒരു കാലത്ത് ജനങ്ങളുടെ ആരോഗ്യം നശിപ്പിച്ച ഈ ട്രാൻസ് ഫാറ്റിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ട്രാൻസ് ഫാറ്റിൽ നിന്നും വ്യത്യസ്തമാണെങ്കിലും സൺഫ്ലവർ ഓയിൽ, കനോല ഓയിൽ, റൈസ് ബ്രാൻ ഓയിൽ, സോയാബീൻ ഓയിൽ ഇവയിലെല്ലാം omega-6 ഫാറ്റി ആസിഡിന്റെ അളവ് വളരെ കൂടുതലാണ്. ഒരു കാലത്ത് 4:1 എന്ന റേഷ്യോയിൽ ഉണ്ടായിരുന്ന omega-6ഉം omega-3യും തമ്മിലുള്ള ബാലൻസ് ഇന്ന് 20:1 എന്നായിരിക്കുന്നു. കൂടാതെ ഹൈ ഹീറ്റ് കുക്കിങ്ങിൽ ഇത്തരം എണ്ണകൾ ഓക്സിഡൈസ് ആകുന്നു. അപ്പോൾ ഹൈലി പ്രോസസ്ഡ് ആയ എണ്ണകൾ, പാക്കേജ്ഡ് ഭക്ഷണങ്ങൾ, ട്രാൻസ് ഫാറ്റുകൾ ഉൾപ്പെടെയുള്ള വ്യാവസായിക കൊഴുപ്പുകൾ ഇതെല്ലാം ഒഴിവാക്കുക. അതോടൊപ്പം കഴിവതും പരമ്പരാഗതമായ അധികം പ്രോസസ് ചെയ്യാത്ത നാടൻ കൊഴുപ്പുകൾ മാത്രം ഉപയോഗിക്കുക. ഇനി ഈ കൊഴുപ്പുകൾക്ക് നമ്മുടെ ശരീരത്തിനകത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പ് ദഹിക്കുന്നത് പ്രധാനമായും ചെറുകുടലിൽ വെച്ചാണ്. ശരീരം ആ കൊഴുപ്പ് വിഘടിപ്പിച്ച് ലിപ്പിഡ് ഡ്രോപ്ലെറ്റുകൾ എന്ന ചെറിയ കണങ്ങളാക്കി ചെറുകുടൽ വഴി ആഗിരണം ചെയ്യുന്നു. രക്തത്തിലൂടെ അവ കരളിലെത്തുന്നു. അവിടെ നിന്നാണ് ഈ കഥ ആരംഭിക്കുന്നത്. രക്തം അടിസ്ഥാനപരമായി ജലാംശം നിറഞ്ഞ ദ്രാവകമാണ്. എണ്ണയും വെള്ളവും ചേരില്ല എന്നതുകൊണ്ട് തന്നെ കൊഴുപ്പിനെ നേരിട്ട് രക്തത്തിലേക്ക് തുറന്നിടാൻ നമ്മുടെ ശരീരത്തിനാകില്ല. അതിനൊരു വാഹനം വേണം. ഇവിടെ കരളിലെ കോശങ്ങൾ ഒരു വിദഗ്ധമായ കാര്യം ചെയ്യുന്നു. കൊഴുപ്പിനെ പ്രോട്ടീൻ കൊണ്ട് ചുറ്റിപ്പൊതിഞ്ഞ് പ്രൊട്ടക്റ്റീവ് പാക്കേജുകളാക്കി രക്തത്തിൽ റിലീസ് ചെയ്യുന്നു. ഈ പ്രോട്ടീൻ ലിപ്പിഡ് പാക്കേജസ് ആണ് ലിപ്പോപ്രോട്ടീൻസ്. VLDL, വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഇതാണ് കരളിൽ നിന്ന് ആദ്യം ഇറങ്ങുന്ന വലിയ പാക്കേജ്. ഇതിൽ പ്രോട്ടീൻ കുറവും ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും ഉൾപ്പെടെയുള്ള കൊഴുപ്പ് കൂടുതലുമാണ്. നമ്മുടെ ശരീരത്തിലെ മസിൽസും ഫാറ്റ് സെൽസും ആ എനർജി ഉപയോഗിക്കുമ്പോൾ പാക്കേജിന്റെ സൈസ് ചുരുങ്ങുന്നു, ഡെൻസിറ്റി കൂടുന്നു. ഈ ഘട്ടത്തിൽ കൊഴുപ്പ് കുറയുമ്പോൾ VLDL ഒരു പുതിയ പാക്കേജായി ട്രാൻസ്ഫോം ആകുന്നു. LDL, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. നമ്മൾ ചീത്ത കൊളസ്ട്രോൾ എന്ന് ലാബിലൊട്ടിച്ച് വെച്ചിരിക്കുന്ന അതേ കൊളസ്ട്രോൾ. വലുപ്പം കുറവും സാന്ദ്രത കൂടുതലുമായതിനാൽ തന്നെ അവ രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ, പ്രത്യേകിച്ച് ധമനികളുടെ ഉൾഭാഗത്തെ മിനുസമുള്ള പ്രതലത്തിൽ വളരെ എളുപ്പത്തിൽ അടിഞ്ഞുകൂടാനും അവിടെ കുടുങ്ങിക്കിടക്കാനും സാധ്യത കൂടുതലാണ്. രക്തക്കുഴലുകളുടെ ഉള്ളിലുള്ള എൻഡോത്തീലിയം എന്ന് വിളിക്കുന്ന മിനുസമുള്ള ആ പ്രതലം ഒരു പാസീവ് കോട്ടിംഗ് മാത്രമല്ല. അത് നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നു, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു, ഇൻഫ്ലമേഷൻ കൺട്രോൾ ചെയ്യുന്നു. എന്നാൽ പുകവലി, പഞ്ചസാരയുടെ ഉപയോഗം, ദീർഘകാലമായി ഉണ്ടായുള്ള സ്ട്രെസ്, നേരത്തെ പറഞ്ഞ പ്രോസസ് ചെയ്ത എണ്ണകൾ ഇവ രക്തക്കുഴലുകളുടെ ഉള്ളിൽ കേടുപാടുകൾ ഉണ്ടാക്കുന്നു. ഇതൊരു പൈപ്പിന്റെ ഉള്ളിൽ പൊട്ടൽ വീഴുന്നത് പോലെയാണ്. ഈ ദ്വാരങ്ങൾ അടച്ചില്ലെങ്കിൽ നാം ആന്തരിക രക്തസ്രാവം മൂലം മരിച്ചു പോയേക്കാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് ഓടിയെത്തുന്ന പാരാമെഡിക്കൽ സംഘത്തെ പോലെയാണ് LDL പ്രവർത്തിക്കുന്നത്. ഇത് രക്തക്കുഴലുകളുടെ വശങ്ങളിലൂടെ നീങ്ങി ഈ ദ്വാരങ്ങളിൽ കൊളസ്ട്രോൾ ഉപയോഗിച്ച് ഒരു ബാൻഡേജ് ഒട്ടിക്കുന്നു. ഇങ്ങനെ കൊഴുപ്പ് അവിടെ കുടുങ്ങിക്കിടക്കുമ്പോൾ രക്തക്കുഴലുകൾക്ക് അതൊരു അസ്വാഭാവിക വസ്തുവായി തോന്നുകയും അവിടെ വീക്കം അഥവാ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും ചെയ്യും. ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു തരി കരടോ മുള്ളോ കൊണ്ടാൽ അവിടെ തടിച്ചു വീർക്കുന്നത് പോലെ രക്തക്കുഴലുകളുടെ ഉള്ളിലും വീക്കം ഉണ്ടാകുന്നു. ഈ അലാറം കേട്ടതും ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് രോഗപ്രതിരോധ സംവിധാനം സഹായത്തിന് വരുന്നു. മാക്രോഫാജ് എന്ന വെളുത്ത രക്താണുക്കൾ ആ സ്ഥലത്തേക്ക് ഓടിയെത്തുന്നു. അവർ ഈ കൊഴുപ്പ് വിഴുങ്ങി വൃത്തിയാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഒരു വലിയ പ്രശ്നം, ഈ മാക്രോഫാജുകൾ അവിടെ എത്തി പരിധിയിൽ കൂടുതൽ ലിപ്പിഡുകളെ അല്ലെങ്കിൽ LDLനെ വിഴുങ്ങാൻ തുടങ്ങും. അങ്ങനെ അമിതമായി കൊഴുപ്പ് നിന്ന് വീർക്കുമ്പോൾ അവയുടെ പ്രവർത്തനം പൂർണ്ണമായും തകരാറിലാകുന്നു. ഫോം സെൽസ് എന്ന് വിളിക്കുന്ന ഈ കണങ്ങൾ അവിടെ വെച്ച് തന്നെ പൊട്ടിത്തെറിക്കുകയോ നശിച്ചു പോവുകയോ ചെയ്യുന്നു. ഇതുവഴി അവിടെ ഉണ്ടായിരിക്കുന്ന വീക്കം കൂടുകയും എന്തോ വലിയ കുഴപ്പമുണ്ടെന്ന് കരുതി ശരീരം അങ്ങോട്ടേക്ക് വീണ്ടും വീണ്ടും കൂടുതൽ മാക്രോഫാജുകളെ അയക്കുകയും ചെയ്യും. ഇതൊരു വാക്വം ക്ലീനർ ഓവർലോഡായി പൊട്ടിപ്പോകുന്നത് പോലെയാണ്. വൃത്തിയാക്കാൻ വന്നവർ തന്നെ കൂടുതൽ മാലിന്യം ഉണ്ടാക്കുന്നു. ഫോം സെൽസ് നശിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വീക്കവും കേടുപാടുകളും ശരീരത്തെ ഇതൊരു പഴയ മുറിവാണ്, ഇത് കട്ടിയാക്കി അടക്കണമെന്ന് തോന്നിപ്പിക്കുന്നു. അപ്പോൾ ശരീരം ആ സ്ഥലത്തേക്ക് കാൽഷ്യം അയക്കുന്നു. അവിടെ കാൽഷ്യം വന്ന് കൊഴുപ്പ്, മൃതകോശങ്ങൾ എല്ലാം ചേർന്ന് പ്ലാക്ക് എന്ന കട്ടിയുള്ള മുഴയുണ്ടാക്കുന്നു. ഇത് രക്തക്കുഴലുകളെ ഇടുങ്ങിയതാക്കുകയും രക്തയോട്ടം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. സമ്മർദ്ദം താങ്ങാനാവാതെ ഈ തടസ്സം പൊട്ടി അവിടെ രക്തം കട്ട പിടിക്കാനും ഹൃദയാഘാതം പോലെയുള്ള വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിനും ഇത് നേരിട്ട് കാരണമാകും. LDLന്റെ ജോലി കഴിഞ്ഞതിന് ശേഷം വരുന്നത് HDL അഥവാ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണ്. ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രോട്ടീൻ വളരെ കൂടുതലും കൊഴുപ്പ് വളരെ കുറവുമാണ്. ഈ HDL ഒരു മികച്ച റീസൈക്ലിംഗ് വാഹനം പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് രക്തക്കുഴലുകളിലൂടെ സഞ്ചരിച്ച് അവിടെ അനാവശ്യമായി അടിഞ്ഞുകൂടി കിടക്കുന്ന അധികമുള്ള കൊളസ്ട്രോളിനെയും LDLനെയും വലിച്ചെടുക്കുന്നു. എന്നിട്ട് ഈ കൊഴുപ്പിനെ സുരക്ഷിതമായി കരളിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരും. കരൾ അതിനെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുകയോ പുനരുപയോഗിക്കുകയോ ചെയ്യും. ചുരുക്കത്തിൽ HDL രക്തക്കുഴലുകളെ വൃത്തിയാക്കി പ്ലാക്ക് ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്നു. തെറ്റായ ജീവിതശൈലി കാരണം നിങ്ങളുടെ രക്തക്കുഴലുകളിൽ നിരന്തരം കേടുപാടുകൾ സംഭവിച്ചുകൊണ്ടേയിരുന്നാൽ എന്ത് സംഭവിക്കും? രക്ഷാപ്രവർത്തകരായ LDLനെ വീണ്ടും വീണ്ടും അവിടെ വന്ന് ബാൻഡേജ് ഒട്ടിക്കേണ്ടി വരും.
ഒരു ബാൻഡേജിന് മുകളിൽ അടുത്തത്, അതിനു മുകളിൽ അടുത്തത്, അങ്ങനെ ഈ പാച്ചുകൾ അടിഞ്ഞുകൂടിയാണ് രക്തക്കുഴലുകൾക്ക് തടസ്സം സംഭവിക്കുന്നത്. അതായത് ഒരു കെട്ടിടത്തിൽ തീ പിടിക്കുന്നു, ഫയർഫോഴ്സ് ഓടിയെത്തുന്നു, തൊട്ടടുത്ത ദിവസവും അവർ അവിടെയുണ്ട്. ദിവസേന ആ ഫയർഫോഴ്സ് ഉണ്ടെന്ന് കണ്ട് ഫയർഫോഴ്സ് ആണ് തീ വെക്കുന്നത് എന്ന് ആരോപിക്കുന്നത് അർത്ഥശൂന്യമാണ്. അടിസ്ഥാന പ്രശ്നമായ തീപിടുത്തം, അതായത് ആ ഡാമേജ് പരിഹരിക്കാതെ കൊളസ്ട്രോളിനെ മാത്രം കുറയ്ക്കാൻ ശ്രമിക്കുന്നത് എത്രത്തോളം മണ്ടത്തരമാണ്. ഇനി ഇതൊക്കെ കേൾക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഇതെല്ലാം എങ്ങനെ പ്രയോഗിക്കാമെന്ന് നോക്കാം. നമുക്ക് നിത്യേന ഉപയോഗിക്കാൻ പറ്റിയ പ്രകൃതിദത്തമായ കൊഴുപ്പുകൾ ഇവയാണ്. തേങ്ങ, തേങ്ങാപ്പാൽ, അവോക്കാഡോ ഇവ നല്ല രീതിയിൽ ഉപയോഗിക്കാം. മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ് അടങ്ങിയ വെളിച്ചെണ്ണ കരളിൽ വേഗം മെറ്റബോളൈസ് ആവുകയും കീറ്റോൺസ് ഉണ്ടാക്കുകയും ചെയ്യും. ഇത് തലച്ചോറിന് ഉടനടി ഊർജ്ജം നൽകുന്നു. അതുപോലെ സ്മൂത്തിയിൽ അല്ലെങ്കിൽ സാലഡിലൊക്കെ ചേർക്കാൻ കഴിയുന്ന ഫ്ലാക്സ് സീഡ്, ചിയ സീഡ് ഇവയെല്ലാം ഒമേഗ 3 നിറഞ്ഞ നീർക്കെട്ട് കുറയ്ക്കുന്ന ശക്തമായ ഭക്ഷണങ്ങളാണ്. ആന്റി ഓക്സിഡന്റുകൾ നിറഞ്ഞ എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ ഭക്ഷണത്തിന് മുകളിൽ ഒഴിച്ചു കഴിക്കാം. ദിവസേന ഒരു പിടി ബാദാം, വാൽനട്ട്, കാഷ്യൂ പോലുള്ള നട്ട്സ് വർഗ്ഗങ്ങൾ കഴിക്കാം. ഒഴിവാക്കേണ്ടത് പാർഷ്യലി ഹൈഡ്രജനേറ്റഡ് ഓയിൽ ഉൾക്കൊള്ളുന്ന ട്രാൻസ് ഫാറ്റ്, പ്രോസസ് ചെയ്ത വെജിറ്റബിൾ ഓയിൽസ്, ഫ്രൈ ചെയ്ത പാക്കേജ്ഡ് ഭക്ഷണങ്ങൾ, വ്യാവസായികമായി ബേക്ക് ചെയ്ത എല്ലാ തരം ഭക്ഷണങ്ങളും. ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ ഇനി മുതൽ അതിലെ ലേബൽ നോക്കി തിരഞ്ഞെടുക്കുക. പ്രോട്ടീനുകൾ നമ്മുടെ ശരീരത്തിന്റെ ഘടന നിർമ്മിക്കുമ്പോൾ കൊഴുപ്പാണ് അവയ്ക്ക് ജീവൻ നൽകുകയും ഊർജം പകരുകയും ചെയ്യുന്നത്. കൊഴുപ്പിനെ വെറുമൊരു ശത്രുവായി കാണുന്നതിന് പകരം അത് നമ്മുടെ ശരീരത്തിന്റെ ജീവനാഡിയാണെന്നും കോശങ്ങളുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണെന്നും നമ്മൾ ശാസ്ത്രീയമായി തന്നെ കണ്ടു. ഇനി ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ LDLും HDLും ഇത്രമാത്രം ബുദ്ധിപരമായി പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകരാണെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രം വില്ലന്മാർ എന്ന് മുദ്രകുത്തുന്ന മറ്റു പല ലക്ഷണങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരം തന്നെ സ്വയം സുഖപ്പെടുത്താൻ നടത്തുന്ന അവസാനത്തെ ശ്രമങ്ങളാകാൻ സാധ്യതയില്ലേ? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടുതൽ ആഴത്തിൽ മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണകളുടെ രാസഘടന മനസ്സിലാക്കിയിരിക്കണം. ഇത്തരം എണ്ണകൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ രാസമാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ വളരെ വിശദമായി നോക്കാം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഈ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യുക.